അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബറാത്ത് രാവ്, പെരുന്നാൾ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുന്നൊരു പായസമാണ് പിടിപ്പായസം എന്ന് പറയുന്നത്. പിടിക്കറി എന്നാണ് ഞങ്ങൾ പറയാറ്. നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ പല പേരുകളിലായിരിക്കും ഇതറിയപ്പെടുന്നത്. ഉണ്ടാക്കുന്ന വിധത്തിലും വ്യത്യാസം ഉണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പിടിക്കറി ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ബറാത്തിൻ്റെ അന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബറാത്തിൻ്റെ നോമ്പ് എടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് അധികവും ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു ചോറ് വെക്കുന്ന പൊന്നിയരി, പുഴുങ്ങലരിയൊക്കെ ഉണ്ടാവില്ല, ആ ഒരു അരിയാണ് എടുക്കേണ്ടത്. അതും അത്യാവശ്യം ചൂടുള്ള, ഒരുപാട് തിളച്ചതുമല്ല തീരെ ചൂടാറിയതും അല്ലാത്ത ഒരു മീഡിയം സൈസിൽ ചൂടുള്ള വെള്ളത്തിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളമൊന്നും ഇല്ലാതെ നല്ല കട്ടിക്ക് അരച്ചെടുക്കാൻ പറ്റുക. ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ജീരകവും ഒരു 5-6 ചെറിയുള്ളിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരി അരക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണേ അരച്ചെടുക്കാൻ. എന്നിട്ട് ഇതിപ്പോൾ മിക്സിയിലായതുകൊണ്ട് തന്നെ ഒരു കോട്ടൺ ടവലിട്ടിട്ട് നല്ലോണം നമ്മൾ പിടി കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കേണ്ടതാണല്ലോ. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കണം. അതിന് മുന്നേ ഈ ഒരു ലൂസായിട്ടുള്ള സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പായസം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആ ഒരു പായസത്തിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അരി മാറ്റി വെക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളത് കോട്ടൺ ടവലിട്ടിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അരി നല്ലോണം തന്നെ ടൈറ്റാക്കി എടുക്കണം. നമ്മളിത് പിടി കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ പറ്റി പിടിക്കൊന്നും ചെയ്യാത്ത തരത്തിൽ അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം കളഞ്ഞിട്ട് വേണം ഇത് ടൈറ്റാക്കി എടുക്കാൻ. പിന്നെ നമ്മളിത് വാഴയിലയിലാണ് ഈ ഒരു പിടി ഉരുട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാഴയില നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരി ഇതുപോലെ ഓരോ പിടിയായിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയൊരു പീസ് അരി എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ആദ്യം ഒന്നങ്ങ് റൗണ്ട് ചെയ്തിട്ട് ചെറുതായി ഒന്നങ്ങ് റോൾ ചെയ്തിട്ട് ഇലയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് പിടിയുടെ വലുപ്പത്തിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. ചിലർ വലിയ സൈസിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുക, ചിലർ തീരെ തിന്നായിട്ടും, പിന്നെ ചിലർ നീളത്തിൽ ഉണ്ടാക്കിയിടും, ചിലർ തീരെ ചെറുതായിട്ടും ഉണ്ടാക്കിയിടും. അപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കണം എന്ന് വെച്ചാൽ ഒരുപാട് തിക്കായിട്ടും അല്ല തീരെ തിന്നായിട്ടും അല്ല, ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക പായസം. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു പിടി ഉരുട്ടിയിടുന്ന ആ ഒരു ടൈമും പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുന്ന ആ ഒരു ടൈമും മാത്രമേ നമുക്ക് ഈ ഒരു പായസത്തിന് കുറച്ച് ടൈം എടുക്കുന്നതുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു പിടിക്കറി. ഇനി ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് സ്റ്റീമറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ് സ്റ്റീം ചെയ്തെടുക്കുക. അത് വേവാൻ വെച്ച ആ ഒരു സമയം കൊണ്ട് ഇനി പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കടലപ്പരിപ്പ് ഉണ്ടല്ലോ അതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചന ദാൽ ആ ഒരു കടലപ്പരിപ്പാണ് എടുക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുക. പിന്നെ കടലപ്പരിപ്പ് വേവിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാടങ്ങ് വെന്തുടഞ്ഞും പോവരുത്, തീരെ വേവാതെ ആയി പോവരുത്. നമ്മൾ കയ്യിലിട്ടിട്ട് ഞെക്കുന്ന സമയത്ത് അതൊന്നങ്ങ് പൊട്ടി വരുന്ന ആ ഒരു പരുവാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ കടലപ്പരിപ്പും വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേവിക്കുന്ന സമയത്തുള്ള ആ ഒരു വെള്ളം എങ്ങാനും ഇതിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് പരിപ്പ് മാത്രമായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ഈ ഒരു പിടിക്കറിയിൽ പ്രധാനമായിട്ടും വേണ്ട ഒരു സാധനമാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്. ഈ ഒരു പിടിപ്പായസത്തിന് പ്രധാനമായിട്ടും വേണ്ടത് നമ്മുടെ ഉന്നക്കായ്ക്കൊക്കെ എടുക്കുന്ന കരിമ്പൊക്കെ പഴം ഉണ്ടല്ലോ, ആ ഒരു പഴമാണ് ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഇതുപോലെ 2ആയിട്ട് പിളർന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെരിച്ച് വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് തീരെ തിന്നായിട്ടുമല്ല നല്ല കട്ടിയിലുമല്ല ഒരു മീഡിയം സൈസിലുള്ള തിക്നെസ്സോട് കൂടിയിട്ട് ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് തീരെ ചെറിയ പീസായിട്ടും 4ആയിട്ടും ഒക്കെ കട്ട് ചെയ്തെടുക്കുന്നത് കാണാം. എന്നാൽ കൂടുതൽ ടേസ്റ്റും കാണാനും നല്ല ഭംഗി ഉണ്ടാവുക ഈ ഒരു സൈസിൽ മുറിച്ചെടുക്കുമ്പോഴായിരിക്കും. എൻ്റെ വീട്ടിൽ ഉമ്മയും ഉമ്മാമയൊക്കെ പണ്ട് മുതലേ ഇതുപോലെയാണ് ഇതിന് വേണ്ടിയിട്ട് മുറിക്കുക. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്തത്.
അപ്പോൾ പരിപ്പും പഴവും ഒക്കെ കട്ട് ചെയ്തിട്ടും വേവിച്ചിട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പിടിയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പിടി ഉരുട്ടിയിടുന്ന സമയത്ത് ഒന്ന് ഇടവിട്ടിട്ട് ഇലയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും. കുറേ ഒന്നിച്ചിട്ട് ഇട്ട് കൊടുത്താൽ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്കിത് വിട്ടെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് പച്ചവെള്ളം ഉണ്ടല്ലോ, നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ കുറച്ചായിട്ട് ആ ഒരു പാത്രത്തിൽ പിടിയിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ചൊന്നങ്ങ് തൂവി കൊടുത്തിട്ട് ഒന്നങ്ങ് കുടഞ്ഞിട്ട് കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് വിട്ടിട്ടിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു തേങ്ങ പാലെടുക്കുന്ന ആ ഒരു ടൈം കൂടിയേ ഇതിന് പ്രത്യേകമായിട്ട് കുറച്ച് സമയം എടുക്കുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതാ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഇത്രയും എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1-ാം പാല് നമുക്ക് ആദ്യം ഒന്ന് ഒരു പാത്രത്തിലിട്ടിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള 2-ാം പാലും 3-ാം പാലും മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു പിടിപ്പായസത്തിന് വേണ്ടത്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും പിന്നെ പഞ്ചസാര, പരിപ്പ് വേവിച്ചത്, നേന്ത്രപ്പഴം പിടി വേവിച്ചത്, പിന്നെ കുറച്ച് നല്ല ഫ്ലേവർ കിട്ടാനായിട്ടുള്ള ഏലക്കയും പഞ്ചസാരയും, പിന്നെ നമ്മുടെ കട്ടി കിട്ടാനായിട്ടുള്ള അരി കലക്കിയതും. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇനി പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തേങ്ങയുടെ 2-ാം പാലും 3-ാം പാലും മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒഴിച്ചിട്ട് ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം നമ്മൾ അധികം പഴുക്കാത്ത പഴമാണല്ലോ, അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് പരുവായിട്ട് കിട്ടിക്കോളും കേട്ടോ. ഒരുപാട് വെന്തും പോവില്ല, എന്നാൽ തീരെ വേവാതെയോ ഇരിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പഴം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ചിലരൊക്കെ ഈ ഒരു പിടിക്കറിയിൽ മധുരത്തിന് പഞ്ചസാരക്ക് പകരം ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ കൂടുതൽ ടേസ്റ്റും കാണാനും നല്ല ഭംഗി ഉണ്ടാവുക നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ള വെള്ള കളറിലുള്ള പിടിക്കറിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തേങ്ങാപ്പാൽ തിളക്കുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് പിടിയും പിന്നെ പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങാപ്പാൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയമായിട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറുതായി ഒന്നങ്ങ് തിള വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പിടിയും പിന്നെ വേവിച്ച പരിപ്പുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ആ ഒരു തേങ്ങാപ്പാൽ കിടന്നിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പിടിയൊക്കെ നല്ലോണം സോഫ്റ്റായിട്ട് വരും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കുക. പരിപ്പ് വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വെന്തുടഞ്ഞ് പോയാൽ നമ്മളിതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു യെല്ലോയിഷ് കളറായി പോവുക. നമ്മുടെ പായസത്തിന് പിന്നെ കഴിക്കാനും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പായസം നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു പരിപ്പ് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഇതാ ആ ഒരു പിടിയും പരിപ്പും നേന്ത്രപ്പഴവും ഒക്കെ നല്ലോണം തേങ്ങാപ്പാലിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു പായസത്തിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരി ഉണ്ടല്ലോ അതിലോട്ട് ഒരിത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി ലൂസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഈ ഒരു പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് അത്രയും മതി. അത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പായസം തിക്കായിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ തിക്നെസ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അരി കലക്കി ഒഴിക്കുന്ന സമയത്ത് കുറച്ച് മതിയാവും കേട്ടോ, കൂടിപ്പോവരുത്. ഇത് നമ്മൾ ഇരിക്കും തോറും കുറുകിയിട്ട് കട്ടി കൂടി വരുന്ന സാധനമാണ് ഈ ഒരു പിടിക്കറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അരി കലക്കി ഒഴിക്കുന്ന സമയത്ത് കൂടുതലായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് തിക്കായി പോകും നമ്മുടെ പായസം. അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മുടെ ഏലക്ക പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഇതൊന്നങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ തിക്കായി വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്നതിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനായിരിക്കുക. തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ നമ്മൾ നോമ്പിൻ്റെ ലാസ്റ്റ് നോമ്പിൻ്റെ അന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. രാവിലെ ഒരു കട്ടൻ ചായയും ഈ ഒരു പിടിക്കറിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല തണുപ്പിച്ചിട്ടുള്ള ആ ഒരു പിടിക്കറിയും നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്.
അപ്പോൾ ഇതാ നല്ല കട്ടിയുള്ള തേങ്ങയുടെ ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റോളം ഇതൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഇനി ഇത് സ്റ്റൗവിൽ കിടന്നിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ആയിക്കോളാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രത്തിൻ്റെ ചൂടിൽ കിടന്നിട്ട് അതങ്ങ് കുറുകി വന്നോളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ നല്ലൊരു മധുരം ബാലൻസ് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഈ ഒരു സമയത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മധുരമോ ഉപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് ചൂടോട് കൂടെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തണുപ്പിച്ചിട്ട് പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബറാത്തും തലോമ്പും പെരുന്നാളൊക്കെ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പായസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കും. എന്നിട്ട് വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിലും കുടുംബത്തിലുള്ള അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ ഞാനിപ്പം ബറാത്തായതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു പിടിപ്പായസം. കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വീടിൻ്റെ റൂമിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊക്കെ ഓരോ പാത്രത്തിലായിട്ട് ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു പിടി ഉരുട്ടുന്നതും തേങ്ങാപ്പാൽ എടുക്കുന്നതും ടൈം മാത്രമേ വേണ്ടൂ. ബാക്കിയൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു പിടിക്കറി. ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള പായസങ്ങളൊക്കെ മാറ്റി നിർത്തും നിങ്ങളിത്. അത്രയ്ക്ക് പായസങ്ങളിലേക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇത്. തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ, അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അറിയാത്ത ഏതെങ്കിലും ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.